വണ്ടൂരിൽ നടക്കുന്ന 36ാമത് ജില്ലാ കലോത്സവം അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന റൗണ്ട് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വേദികളും വളരെ സജീവമാണ്. മത്സര ഇനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ അതിഥികൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നുണ്ട്. അവരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കോട്ടക്കൽ രാജാസിലെ വിദ്യാർത്ഥികളാണ്. ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് രാജാസിലെ പല വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റുഡിയോയിൽ വരികയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരെത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത സന്തോഷ വാർത്തയുമായിട്ടാണ്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ടീം ലീഡർ ആരാണ് സംസാരിക്കുക? എന്താണ് വലിയൊരു മത്സരം കഴിഞ്ഞ് വലിയ അംഗീകാരം നേടി വന്നിരിക്കുകയാണ്. അതെ അതെ അതെ, സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വിജയം തന്നെയായിരുന്നു. ഒരു 2 മാസത്തോളം നീണ്ടുന്ന ട്രെയിനിങ്ങിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിച്ചുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ സ്കിറ്റ് ഇവിടെ മുന്നേറിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നു വിഷയം? വിഷയം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കറണ്ടായിക്കൊണ്ട് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരി പോലെയുള്ള വിഷയങ്ങൾ പല ജനപ്രതിനിധികൾക്കും, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് സാധാരണ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളോടുള്ള പല സമീപനത്തിലുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്കണായിരുന്ന ഒരുപാട് കാര്യങ്ങൾ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ളതായിരുന്നു ഞങ്ങൾ ഈ പ്രാവശ്യത്തെ സ്കിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ പൂവുകളെയും അറുത്തു മാറ്റാം, പക്ഷെ വരാനിരിക്കുന്ന വസന്തത്തെ നിങ്ങൾക്ക് തടുക്കാനാകില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്രാവശ്യം രാജാസ് സ്കിറ്റ് ഇവിടെ ജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായല്ലോ. അപ്പോൾ നല്ല ജനപ്രീതി പിടിച്ചു പറ്റിയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്താണ് മോളുടെ പേരെന്താണ്? എൻ്റെ പേര് ഷഹനത്ത്. ഈ സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ട്രെയിനേഴ്സ്. സ്ക്രിപ്റ്റ് നിങ്ങൾ രണ്ടുപേരും തയ്യാറാക്കി? ഗംഭീരമായല്ലോ. എന്താണ് അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്താണെന്നുണ്ടെങ്കിൽ നിരന്തരം നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ. തീർച്ചയായിട്ടും രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ കാരണങ്ങൾ കൂടി ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ സംസാരിക്കും. ഇപ്പോൾ ഞാൻ ബാലസംഘത്തിൻ്റെ മലപ്പുറം ഏരിയ സെക്രട്ടറിയാണ്. നമ്മൾ ബാലസംഘത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സംഘടനാ പ്രവർത്തനത്തിലൂടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ രാജ്യത്തെ വിഷയങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിനെതിരൊക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്ന വേദിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കലോത്സവങ്ങൾ കേവലം മത്സരങ്ങൾക്ക് ഉപരിയായിക്കൊണ്ട് ഇത്തരത്തിൽ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള വേദികൾ കൂടി ആകുന്ന ഇങ്ങനെയാണ് എല്ലാ വേദികളിലേക്കും നമ്മൾ നോക്കിയാൽ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന നാടകത്തിൻ്റേതാണെങ്കിലും ഇപ്പോൾ സ്കിറ്റിൻ്റെ ആണെങ്കിലും എല്ലാ വിഷയങ്ങളും വളരെ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. നമ്മുടെ എതിരാളികളുടേതാണെങ്കിലും എല്ലാം മികച്ച വിഷയങ്ങളായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സംസാരിക്കാനുള്ളൊരു വേദി എന്ന നിലയിൽ കലോത്സവങ്ങൾ ഏറ്റവും മനോഹരമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും ഇരട്ട സഹോദരങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നല്ലോ മനസ്സിലായത്. ഏതായാലും നന്നായി. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ഞാൻ +2 ആണ്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പറഞ്ഞോളൂ പേര്. മുഹമ്മദ് ഷാനി +1 ഫാത്തിമ റിഫ +1 ആണ് പഠിക്കുന്നത്. റൻഹ +1 ആണ്. ഫിസാൻ +1 ആണ്. അഭിമന്യു +2. അഭിമന്യുവിനെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അഭിമന്യുവിൻ്റെ പ്രകടനം നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തിരുന്നു. മോണോ ആക്ട് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്നു. ഇവിടെ രണ്ടുപേർ കൂടി ഉണ്ട്. ആ 2 പേരാണ് ഇപ്പോൾ നേരത്തെ ഇവർ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ട്രെയിനേഴ്സാണ്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകി കൂടെ നിന്ന് 1ാം സ്ഥാനം അടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ്. എന്തൊക്കെയാണ് പേര്? ജയരാജ് എന്നാണ് പേര്. എവിടെയാണ് സ്ഥലം? വളാഞ്ചേരിയാണ്. വളാഞ്ചേരി കരേക്കാട് എന്ന് പറയുന്നത് കറക്റ്റ് സ്ഥലമാണ്. 10 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ സന്തോഷം. പറഞ്ഞ പോലെ കുട്ടികളുടെ വിഷയമല്ല, കാലിക പ്രസക്തമായ ഒരു വിഷയം അവർ തന്നെ എഴുതി നമ്മളടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്തു തരുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കാൻ പറ്റി. പല സ്ഥലങ്ങളിലും നമ്മൾ തടയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചൊരു വിജയം ഈ പറഞ്ഞ പോലെ വരാൻ പോകുന്ന വസന്ത നമുക്ക് തടയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സംഗതി നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ശ്യാം മോഹൻ. വളാഞ്ചേരിയാണ് സ്വദേശം. സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഫ്രീലാൻസ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ തിയേറ്റർ വർക്ക്ഷോപ്പുകളും ഇങ്ങനെ 10 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. ഞങ്ങൾക്ക് നാട്ടിലൊരു ടീമുണ്ട്, ആർട്ട് ബിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവതരണം കൂടിയാണിത്. പിന്നെ കുട്ടികൾ ഇത് സ്റ്റേജിൽ അവതരിപ്പിച്ചത് ഈ ആശയം പുറത്തേക്ക് കൺവേ ആവുന്നത് അതിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള ആളുകളുണ്ടെങ്കിൽ പ്രതിഭകളായ ഇവർക്ക് എന്ത് ഭയമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. പ്രത്യേകിച്ച് കലോത്സവങ്ങളിലൊക്കെ ഉയർന്നു വരേണ്ട ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഏതെങ്കിലും ഒരു ചെറിയ ബിറ്റ് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇപ്പോൾ? അതോ
അഭിനയിക്കണ്ട, ഡയലോഗ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, നന്നായി. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ സ്കിറ്റിൻ്റെ അവസാന ഡയലോഗ് യു ക്യാൻ കട്ട് ഓൾ ദി ഫ്ലവേഴ്സ് ബട്ട് യു ക്യാൻ നോട്ട് കീപ് സ്പ്രിംഗ് ഫ്രം കമ്മിങ് എന്നുള്ള ഡയലോഗും സോറാൻ മംദാനിൻ്റെ ഒക്കെ ഉൾപ്പെടെ ഡയലോഗുകൾ ഞങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചത് ആ ഭാഗം But remember, to get to any of us, you have to get through all of us. You can cut all the flowers, but you cannot keep spring from coming. Remember, This is a chord of the chickens, by the chickens, and for the chickens. ഓക്കെ, വളരെ സന്തോഷം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിലും വിശേഷങ്ങൾ പങ്കുവച്ചതിലും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ അംഗീകാരം സംസ്ഥാന തലത്തിൽ ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. യെസ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് സ്കിറ്റ് വക്താക്കളാണ്. അവർ സ്കിറ്റുമായി സംസ്ഥാന തലത്തിലേക്ക് പോകും. രാജാസിലെ വിദ്യാർത്ഥികളാണ്, കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അവർ വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ജില്ലാ കലോത്സവത്തിൽ. ആ നേട്ടങ്ങളുമായി അവർ സംസ്ഥാന തലത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇത്തരം ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതാകണം, അധികാരികളുടെ, ഭരണകർത്താക്കളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന തരത്തിലുള്ളതാകണം എന്ന ആ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് നമ്മുടെ കുട്ടികൾ സജീവമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. തീർച്ചയായിട്ടും ഇത്തരം കലോത്സവങ്ങളിലൂടെ പ്രതിഭാധനന്മാരായ കുട്ടികൾ ഉയർന്നു വരുന്നു, പ്രതിഭകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 36ാമത് ജില്ലാ കലോത്സവം ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയട്ടെ.